ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. കാര്യം നമ്മൾ ഓരോരുത്തരും ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ അറിവും നമ്മൾ ജീവിച്ചു നമ്മൾ പഠിച്ചു വെച്ചതും കണ്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പെരുമാറിയെടുക്കുകയും ചെയ്യണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മസ്താൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം മസ്താനയുടെ സാഹചര്യങ്ങളെ എങ്ങനെയായിരിക്കാം, വളർന്ന സാഹചര്യത്തിൽ എനിക്ക് സാഹചര്യത്തിന് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാല്, ഇന്നിപ്പോ നമ്മുടെ ഇന്റർവ്യൂല് ആ വ്യക്തിനെ നമ്മൾ പറയാൻ കാരണം അപ്പാനിയെ പോലെയുള്ള ഒരാളെ ഇത് പറഞ്ഞത് കൊണ്ടാണ്. അല്ലാതെ അവരുടെ ഒരു പെർഫോമൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു കലാ പാരമ്പര്യം അല്ല അവരുടെ ഒരു ആങ്കറിങ് ഒന്നുമില്ല. ഒറ്റയടിക്ക് നമ്മൾ സംസാരിച്ച എന്തുകൊണ്ടാണ്? അവരത് ചെയ്തത് കൊണ്ട്. അപ്പൊ അവർക്കും അറിയാം ഞാൻ ഇങ്ങനത്തെ ചെയ്താലേ എനിക്ക് ജനങ്ങളിലേക്ക് എത്താൻ പറ്റും. അവർക്ക് അതേ ഉള്ളൂ അവരുടെ കയ്യിൽ. അപ്പൊ ഉള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ചേച്ചിയുടെ കയ്യില് ഒരു കണ്ടസ്റ്റന്റ് അവിടുത്തെ ഗെയിം കളിക്കുക എന്നതിന് അവിടുത്തെ കൊടുക്കുന്ന ടാസ്കുകൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ടാലന്റ് ഉണ്ട്. അവർക്കത് ഏത് രീതിയിലാണോ അത് മാർക്കറ്റ് ചെയ്യാം. ഇപ്പൊ ശാരിക ചേച്ചിക്കാണെങ്കിൽ പോലും നന്നായിട്ട് സംസാരിക്കാൻ. അപ്പൊ അത് എങ്ങനെയാണോ അതിന്റെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ആക്ടറാണ്. ഇപ്പൊ എനിക്ക് വരുന്ന ടാസ്കുകളിലാണെങ്കിലും പല കഥാപാത്രങ്ങൾ മാറാനും എടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. ഈ പറയുന്ന ആൾക്ക് ഇതൊന്നും പറ്റത്തില്ല. ആകെ പറ്റുന്നത് ഇത് മാത്രമാണ്. പക്ഷെ അത് കൊടുത്തപ്പോ 7ന്റെ പണി മറ്റേ 17ന്റെ 18ന്റെ ഒക്കെ പണിയായിട്ട് തിരിച്ചു വന്നു.